ഒരു രാത്രി കൊണ്ട് ചോദ്യ പേപ്പർ കിട്ടി ജയിച്ചു വരുന്ന ഒരു ഭാഗത്തും മറ്റ് 2-3 വർഷങ്ങൾ പരിശ്രമിച്ച് നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് വരുന്നവരുണ്ട്. അപ്പോൾ നീറ്റ് എക്സാമിനെ പറ്റി, നെറ്റ് എക്സാമിനെ പറ്റി NTIA എന്ന് പറയുന്ന ഏജൻസിയുടെ ഒരു ചോദ്യം ഉന്നയിച്ചു. ഇവിടെ പല പ്രതിനിധികളുമായി ചോദ്യം ഉന്നയിച്ചു. എന്ത് നിലപാടാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി NTIAയുടെ ഇതിനോട് എടുത്തിരിക്കുന്നത്? അതിന് ഇതുവരെ ചർച്ച തുടങ്ങിയിട്ട് ഇതുവരെ ഇതിനുള്ളൊരു ഉത്തരം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു സംഭവിക്കാൻ പാടില്ലാത്ത തെറ്റ് സംഭവിച്ചു. ആദ്യമായിട്ടല്ല സംഭവിച്ചത്. ഇത് ആദ്യമായിട്ടല്ല. ഇത് ഇവിടെയും സംഭവിച്ചിട്ടില്ല. SLC ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ പഠിപ്പിച്ച മാഷ. SLC പരീക്ഷ പേപ്പർ ചോന്ന് മാറ്റി വെച്ചിട്ടില്ലേ? അതിനാരെയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി രാജിവെപ്പിച്ചതാണോ? പരീക്ഷ മാറ്റി നടത്തി സർ, അതിന് അന്വേഷണം നടത്തി. കേരളത്തിൽ താമരശ്ശേരിയിലൂടെ വേറെയും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിട്ടില്ല. കേരളത്തിൽ ആ പരീക്ഷ സസ്പെൻഡ് ചെയ്തു, മാറ്റി നടത്തി. സർ, എല്ലാവർക്കും ഒരു നീതി, ഒരു ന്യായം. BJPയോട് നമുക്ക് വിരോധമാവാം, പക്ഷെ അതിന്റെ പേരിൽ BJPയോട് അന്യായമായി ഒറ്റപ്പെടുത്തലും കലുവാരി തരാൻ പാടില്ല. രാജ്യത്ത് സംഭവിച്ചു. ഞങ്ങൾ ആരെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? സർക്കാരാണോ? അതിന്റെ നടപടികളിലേക്ക് ഗവൺമെന്റ് പറഞ്ഞു. കുറ്റവാളികൾ ആങ്കർ ഒന്ന് അനുമതി കൊടുക്കൂ. നിങ്ങൾ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ട്, അതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചു. ഇതിന്റെ പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് മാഷ് നേരത്തെ സൂചിപ്പിച്ചു, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തി. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഒരിക്കലും ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്താണോ നയപരമായിട്ട് ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. ഇനി ഒരു ചോർച്ച ആവർത്തിക്കാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ചോർച്ച മുന്നേ നടന്നിട്ട് ഇതിപ്പോ വീണ്ടും ആവർത്തിച്ചതാണ്.